ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെരുന്നാൾ ദിവസം ഞാൻ വെച്ചിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പെരുന്നാൾ ദിവസത്തെ വ്ളോഗിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയിട്ടുള്ളൂ, റെസിപ്പി കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചൂടായ ബിരിയാണി പൊടിയിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി എണ്ണ ചൂടായതിന് ശേഷം പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. സവാള നന്നായി വഴണ്ട ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 3 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മല്ലിയിലയും പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്കുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് കായം പുരട്ടി വെച്ചിട്ടുണ്ട്, അപ്പോൾ ചിക്കനിലേക്കുള്ള ഉപ്പ് അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്, അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി കുറവാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കന് ഇട്ടെടുക്കുകയാണ്. ചിക്കനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 1/4 വേവാവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കണം. ഞാൻ നെയ്ച്ചോറായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ഇട്ടുകൊടുക്കാനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടതിന് ശേഷം നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ചും അതുപോലെ ക്വാളിറ്റിക്കനുസരിച്ചും നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു വിസിൽ വേവിച്ചെടുക്കുക.
അപ്പോൾ ഗൈസ് നമ്മുടെ റൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 1/4 വേവാവുന്നത് വരെയാണ് കേട്ടോ വേവിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. ദമ്മിടുന്ന സമയത്ത് മല്ലിയിലയും അതുപോലെ ബിരിയാണി മസാലയും ഒന്നിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സവാള, ക്യാരറ്റ്, കറിവേപ്പില, കാഷ്യനട്ട്, അതുപോലെ മുന്തിരി അതും കൂടെ ഫ്രൈ ചെയ്തതൊന്ന് ഇട്ടുകൊടുക്കാം. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ദമ്മിടാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവി പോവാതിരിക്കാൻ ഈ ഹോളിൽ ഒരു ചെറിയ പേപ്പർ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് 15 മിനിറ്റ് നമുക്കൊന്ന് ദമ്മിടാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.